നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഡൽഹിയിലാണ്. പുൾമാൻ ഹോട്ടലിൽ ഒരു പുതിയ വാഹനത്തിൻ്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ആ വാഹനത്തിൻ്റെ പേര് BYD സീൽ എന്നാണ്. BYD നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെത്തിയിട്ട് 2-3 വർഷമേ ആയുള്ളെങ്കിൽ പോലും വളരെ ഭേദപ്പെട്ട പേര് നേടി നിൽക്കുന്ന EVകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ബേസിക്കലി ചൈനീസ് കമ്പനിയാണ്. ചൈനയിലെ വലിയ കമ്പനികളിലൊന്നാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ലോകത്തിലെ ഏറ്റവും അധികം EVകൾ വിൽക്കുന്ന കമ്പനിയായിട്ട് മാറുകയും ചെയ്തു BYD. അതായത് ടെസ്ലയെ തോൽപ്പിച്ചുകൊണ്ട് നമ്പർ 1 ആയി ലോകത്തിൽ EVകളുടെ കാര്യത്തിൽ. ഇന്ത്യയിൽ സത്യത്തിൽ 2009 തൊട്ട് തന്നെ ഈ വാഹന നിർമ്മാണ കമ്പനി നിലവിലുണ്ട്. പക്ഷേ വാഹന നിർമ്മാണ കമ്പനിയായിട്ടല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോളാർ പാനലുകൾ, ട്രക്കുകൾ, ബസ്സുകൾ, അങ്ങനെ പല മേഖലകളിൽ BYD ഉണ്ട്. കേരളത്തിൽ KSRTC ഒക്കെ ഓടിക്കുന്ന പല ബസ്സുകളും BYDയുടെതാണ്. നമുക്ക് അതിൻ്റെ പേര് മറ്റൊരു ബ്രാൻഡിലാണ് വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഉള്ളത് 2 മോഡലാണ്, E6ഉം അതുപോലെ തന്നെ അറ്റോ 3യും. രണ്ടും നല്ല മോഡലുകളാണ് എന്നാണ് ഉപയോഗിക്കുന്നവർ പറയുന്നത്. ഞാനെന്തായാലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തപ്പോൾ വളരെ മികച്ച വാഹനങ്ങളായിട്ടാണ് ബോധ്യപ്പെട്ടത്. ഇപ്പോൾ വന്നിരിക്കുന്നത് തകർപ്പൻ ഒരു സംഭവമാണ്. അതിൻ്റെ പേര് സീൽ എന്നാണ്. അതൊരു വലിയ സെഡാനാണ് എന്നാണ് പറയേണ്ടത്. വലുതെന്ന് വെച്ചാൽ 4080 മില്ലിമീറ്റർ നീളമുള്ള, അതായത് 4 മീറ്ററിൽ താഴെ നീളമൊന്നുമല്ല, 4080 മില്ലിമീറ്റർ നീളമുള്ള ഒരു വലിയ സെഡാനാണ്. വളരെ സ്പോർട്ടി സെഡാനാണ്. റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ 3 റേഞ്ചുകളുണ്ട്. ഡൈനാമിക്കിന് 510, പ്രീമിയത്തിന് 650, പെർഫോമൻസിന് 580. വിലയാണെങ്കിലും കൂടുതലില്ല. 41 ലക്ഷം, 45,55,000, 53 ലക്ഷം. സത്യത്തിൽ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിന് പോലും 50 ലക്ഷം രൂപയിൽ കൂടുതൽ വില ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അത്രയൊന്നും വിലയില്ല. 3.8 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ കഴിയുന്ന ഗംഭീര സാധനമാണ്. അവിടെ അതിനെ അത്യാവശ്യം ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ എപ്പോഴും ലോഞ്ചുകളിൽ സംഭവിക്കുന്ന പോലെ തന്നെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആളൊഴിയാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. അതിനുശേഷം നമുക്ക് വാഹനത്തെ ഒന്ന് അടുത്ത് കാണാം. അപ്പോൾ ഇതാണ് BYD സീൽ. ഇപ്പോൾ ഒരല്പം തിരക്ക് കുറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ വാഹനം അടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിനെ വിളിക്കുന്നത് സ്പോർട്ടി സെഡാൻ എന്നാണ്. വളരെ സ്പോർട്ടിയായ സെഡാനാണെന്നുള്ള സത്യമാണ്. തന്നെയല്ല, ഇതിൻ്റെ ഒരു എയറോ ഡൈനാമികത വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ മുൻഭാഗമായാലും ഏത് ഭാഗം കണ്ടാലും വളരെ മനോഹരമായ മുൻഭാഗം എന്ന് തന്നെയാണ് പറയേണ്ടത്. തന്നെയല്ല, നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് കാറുകളുടെ ഒരു രൂപത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റമായിട്ട് കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ രൂപത്തെ കാണാം. BYD ബിൽഡ് യുവർ ഡ്രീം എന്നാണ് ഈ ഒരു കമ്പനിയുടെ ഫുൾ നെയിം. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് സാധാരണ ഇലക്ട്രിക് കാറുകളുടെ പോലെ ഒരു അടച്ചു വെച്ച ഗ്രില്ല് പോലും കാണാനില്ല. കാരണം വളരെ ചെറിയ മുൻഭാഗമാണ്, അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ ഭാഗം വളരെ ചെറിയ ഒരു ബോഡി പാനൽ മാത്രമേ കാണാനുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന LED ലൈറ്റാണ്, U ഷേപ്പാണ് LED ലൈറ്റിന്. താഴെയായിട്ട് കാണുന്ന റിപ്പിൾ ലൈറ്റ് എന്ന് കമ്പനി വിളിക്കുന്ന രീതിയിലുള്ള ലൈറ്റാണ് താഴെ കാണുന്നത്. ഒരു 4 വരകളാണ്. അതിൻ്റെ ഇടയ്ക്കെല്ലാം കാണുന്നത് എയർ സ്കൂപ്പുകളാണ്. വളരെ എയറോഡൈനാമിക്കായ വാഹനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെല്ലാം. താഴെയായിട്ട് ലോവർ ലിപ്പ് പോലെ കാണുന്ന ഭാഗത്ത് ഒരു എയർ ഡാമുണ്ട്. അതിലൂടെയും നല്ല ഭംഗിയായിട്ട് എയർ ഫ്ലോ കിട്ടുന്നുണ്ട്. താഴ്ന്ന പ്രൊഫൈലാണ് വാഹനത്തിന്, ഉയർന്ന പ്രൊഫൈലല്ല. ഒരു സെഡാനാണല്ലോ തീർച്ചയായിട്ടും. പക്ഷേ 2920 മില്ലിമീറ്ററോളം വീൽ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നീളം വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ 4080 മില്ലിമീറ്റർ ഉണ്ട്. വളരെ താഴ്ന്ന ബോണറ്റാണ്. അതിൽ ബോണറ്റ് ലൈനുകളൊക്കെ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ നീളമുള്ള ബോണറ്റ് തന്നെയാണ്. തന്നെയുമല്ല, ഇതിൻ്റെ അകത്ത് ഒരു 50 ലിറ്റർ ഫ്രങ്ക് സ്പേസ് ഉണ്ട്. അതായത് മുൻഭാഗത്ത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കെല്ലാം കുറച്ചൊരു ബൂട്ട് സ്പേസ് കൊടുക്കുന്നുണ്ട്. ബൂട്ട് സ്പേസ് എന്നല്ല പറയേണ്ടത്, ഫ്രണ്ടിലൊരു സ്പേസ്. അത് 50 ലിറ്റർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തുറന്ന് കാണാം. ആ സൈഡിൽ നിന്ന് ഒരാൾ അവതരിപ്പിക്കുന്നു, അത് കഴിയുമ്പോൾ തുറന്ന് കാണാം. എന്തായാലും അതാണ് പ്രധാനമായിട്ടും നമുക്ക് മുൻഭാഗത്ത് പറയുന്നൊരു കാര്യം. അതുപോലെ തന്നെ വളരെ റിജിഡായിട്ടുള്ള പ്ലാറ്റ്ഫോമുള്ള വാഹനമാണ്. ഇത് സാധാരണ ഏതൊരു ഇലക്ട്രിക് വാഹനത്തിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് ബാറ്ററി കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് പ്ലാറ്റ്ഫോമിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളെക്കാളും 13 മടങ്ങ് റിജിഡിറ്റി ഉണ്ട് ഈ വാഹനത്തിനെന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ താഴേക്ക് നല്ല വെയിറ്റ് കിട്ടും. ഓടിക്കാൻ രസകരമായിരിക്കും. നമ്മൾ ഓടിച്ചിട്ടില്ല. എന്തായാലും നമുക്കിതിൻ്റെ ഫ്രണ്ട് സ്പേസ് ഒന്ന് തുറന്ന് കാണാം. ഇതിൻ്റെ ആ സ്പേസ് ഇതാണ്. ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇവിടെ കാണുന്ന ഈ സ്പേസാണ് 50 ലിറ്റർ വരുന്ന ഫ്രണ്ട് സ്പേസ് എന്ന് പറയുന്നത്. കൂടാതെ ബൂട്ട് സ്പേസ് വേറെയുമുണ്ട്. എന്തായാലും നിർമ്മാണ നിലവാരമൊക്കെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഹൈഡ്രോളിക്കായിട്ട് നമുക്കിത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. പിന്നെയുള്ളത് വശത്തേക്ക് വരുമ്പോൾ കാണുന്നത് 19 ഇഞ്ച് ടയേഴ്സാണ്. നിറഞ്ഞു നിൽക്കുന്നു.
ഈ ഒരു വീൽ ആർച്ച് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എയറോഡൈനാമിക്കാണ് ഇതിൻ്റെയും ഒരു രൂപം. ഇതിൻ്റെ ഉള്ളിലൂടെ എല്ലാം എയർ ഫ്ലോ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ, മനോഹരമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചേരുന്ന രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതുപോലെ ഇവിടെ BYD ഡിസൈൻ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു മനോഹരമായ ഒരു പ്ലേറ്റ് ഇവിടെ കാണാം. താഴെയായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ കാണുന്ന ക്ലാഡിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന അത്രയധികം മറ്റ് വാഹനങ്ങളെല്ലാം കാണുന്ന പോലെയല്ല, പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് എല്ലായിടത്തും. ഇവിടെ കൊടുത്തിരിക്കുന്നതും ടിയർ ഡ്രോപ്പ് എന്നോ അങ്ങനെ എന്തോ പറയുന്ന രീതിയിലുള്ള സൈഡ് വ്യൂ മിറേഴ്സ് എന്നാണ് പറയേണ്ടത്. അതിങ്ങനെ നീണ്ടു നിൽക്കുകയാണ് ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു പാനലിൽ. മൊത്തത്തിൽ ഇതിനൊരു ഓഷൻ എഫക്റ്റ്, ഓഷൻ ഡിസൈൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു വെള്ളത്തുള്ളിയുടെ ആ ഒരു രീതിയിലുള്ള ഫ്ലോ ആണ് കമ്പനി പറയുന്ന കാര്യം. ഇതാ മനോഹരമായ സൈഡ് വ്യൂ തന്നെയാണ് തീർച്ചയായിട്ടും. വാഹനത്തിൻ്റെ വലിപ്പം കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ ബാക്കിലെ കട്ടിങ് എല്ലാം വെച്ച് നമുക്ക് തോന്നാവുന്നത് പഴയൊരു ഹോണ്ട സിവിക്കിൻ്റെയൊക്കെ ഒരു രൂപത്തിലേക്ക് ഏതാണ്ട് ഒരു ചെറിയ രൂപമൊക്കെ നമുക്ക് വേണമെങ്കിൽ ആരോപിക്കാം. മേൽഭാഗത്ത് വളരെ വലിയ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ ബ്ലാക്ക് ഫിനിഷിൽ കാണുന്നത്. 1.9 മീറ്റർ വിസ്താരമുള്ള വമ്പൻ ഒരു സൺറൂഫ് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് തള്ളി വരുന്നു. അതിൽ BYD എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. സൈഡിലൊക്കെ ബ്ലാക്ക് ഫിനിഷ്, A, B, C പില്ലറെല്ലാം ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു കോർണർ ഗ്ലാസ് കാണാം. അതുപോലെ കൂപ്പേ സ്റ്റൈലിൽ ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുകയാണ് ഈ ഒരു ബോഡി ലൈനെല്ലാം. പിൻഭാഗത്താണെങ്കിലും ബൂട്ട് സ്പേസ് കാണാൻ പറ്റണമെങ്കിൽ വാഹനം തിരിച്ചിടണം. നമുക്ക് പിന്നീട് അടുത്ത ഘട്ടത്തിൽ ചെയ്യാം. കാരണം ഇത് 2 വാഹനങ്ങളെ ആകെ ഉള്ളൂ. അത് പിൻഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും അടച്ചിട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും സാധാരണഗതിയിൽ പിൻഭാഗത്ത് നമുക്ക് കാണാൻ പറ്റാണ്ടാണ്, ഇവിടെ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിന് പിൻഭാഗം മറ്റൊരു വാഹനത്തിന് എടുക്കാം, കാരണം അവിടെ നിറച്ച ആളാണ്. അപ്പോൾ പിൻഭാഗത്തെ ഏറ്റവും മനോഹരമായ ഭാഗം ഇതിൻ്റെ ഈ ഒരു LED സ്ട്രിപ്പാണ്. സാധാരണ ഇതിൽ LED സ്ട്രിപ്പ് അങ്ങനെ നീളത്തിലൊരു സ്ട്രിപ്പെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിലെ ലൈറ്റിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ചൈനീസ് വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ അപ്പുറത്തേക്കുള്ള ഭംഗിയും ഒരു എലഗൻസും തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഡിഫ്യൂസർ ബാക്കി കൊടുത്തിരിക്കുന്നു, അത് ഭംഗിയായിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് സ്പോർട്സ് കാറുകളൊക്കെയാണ്. അതുപോലെ തന്നെ BYD സീൽ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. 3.8 സെക്കൻഡ്സ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കുന്നു എന്നുള്ളതാണ് 3.8S എന്നെഴുതുന്നത്. നമുക്കറിയാവുന്ന പോലെ ചൈനീസ് വാഹനങ്ങളിൽ പലപ്പോഴും ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നൊക്കെ എഴുതുന്ന പോലൊരു കാര്യമായിട്ട് കണക്കാക്കിയാൽ മതി. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 400 ലിറ്റർ ബൂട്ട് സ്പേസ്, ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് ഉണ്ട് എന്ന് തന്നെയുമല്ല, ഒരു ഇവിടെയും 400 കൂടാതെ താഴെയായിട്ട് വേണമെങ്കിൽ മുൻഭാഗത്തെ പോലെ തന്നെ ചെറിയൊരു ലഗേജ് സ്പേസ് അവിടെയും കൊടുത്തിരിക്കുന്നു. അതും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാവുന്നത് തന്നെയാണ്, അതങ്ങനെ ക്ലോസ് ആകുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും കാണാനുള്ള ഭംഗിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അതിമനോഹരമായിട്ടുണ്ട്. വളരെ സ്പോർട്ടി സെഡാനെന്ന് മാത്രമല്ല, നിർമ്മാണ നിലവാരവും ഒന്നാന്തരമാണ്. ഞാൻ പറഞ്ഞല്ലോ, 50 ലക്ഷം രൂപയിൽ കൂടുതൽ നമ്മൾ വില പ്രതീക്ഷിക്കുന്നൊരു വാഹനമായിരുന്നെങ്കിലും ആ വില ഏറ്റവും ടോപ്പിൻ്റെ മോഡലിലേ വന്നുള്ളൂ. തന്നെയുള്ള പെർഫോമൻസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് 53 ലക്ഷം രൂപ. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ പെർഫോമൻസ് എന്ന് പറയുന്ന മറ്റൊരു വേരിയൻ്റ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇതെല്ലാം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല EV-കളൊന്നും തന്നെ. അതുകൊണ്ട് തന്നെ 41 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 45 ലക്ഷം രൂപയുടെ വാഹനം വാങ്ങിക്കേണ്ട കാര്യമേ ഉള്ളൂ ആ വേരിയൻറ്റ്. അതുകൊണ്ട് തന്നെ റിയലി എന്താ പറയുക, ഈ ഒരു പൈസയ്ക്ക് വേർത്തായിട്ടുള്ള വാഹനമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി സമയം കിട്ടുമ്പോൾ ഇടിച്ചകത്ത് കയറി നിങ്ങളെ ഇൻറ്റീരിയർ കൂടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ BYD സീലിൻ്റെ. തീർച്ചയായിട്ടും ഒരു സ്പോർട്സ് കാറിൻ്റെ ഇൻറ്റീരിയർ പോലെ തന്നെയാണ്. പ്രധാനമായിട്ടും അത് എന്തുകൊണ്ട് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഈ സീറ്റാണ്. ഈ സീറ്റിൻ്റെ കുഷനിങ് ആയാലും ഇതിൽ ഈ കാണുന്ന ടെക്സ്ചർ ആയാലും എല്ലാം തന്നെ അതിന് സൈഡിലെ ബോൾസ്റ്റേഴ്സ് ഇതെല്ലാം ഓർപ്പിക്കുന്ന ഒരു സ്പോർട്സ് കാറിനെയാണ്. അതിമനോഹരമായ സീറ്റാണെന്നുള്ള കാര്യം സംശയമില്ല. വെൻറ്റിലേറ്ററാണ്, ഹീറ്റഡാണ്, അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷനുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. ഫുൾ ബ്ലാക്ക് എന്ന് വെച്ചാൽ റൂഫ് പോലും ബ്ലാക്ക് ആണെന്നുള്ളതാണ് രസകരമായ കാര്യം. അതുപോലെ തന്നെ വളരെ വലിയ ഒരു 16 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്ക്രീനാണത്.
അതിൻ്റെ രസകരമായ കാര്യം വെച്ചാൽ ഇതാ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതാ ഡിസ്പ്ലേ എല്ലാം അതിന് പറ്റുന്ന രീതിയിലേക്ക് മാറുന്നുമുണ്ട്. എന്നാൽ അങ്ങനെ വേണ്ട, ഇങ്ങനെ മതിയെങ്കിൽ അത് ഇങ്ങനെ തന്നെ തിരിഞ്ഞ് കറങ്ങി അങ്ങനെ എത്തിക്കോളും. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പറയണം തന്നെയില്ല, കാരണം അറിയാമല്ലോ ഇത് ചൈനീസ് വാഹനങ്ങളുടെ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി സാധനങ്ങളും എല്ലാം തന്നെ വരും. അതെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. 2 മൊബൈൽ ഫോൺ ചാർജിങ് പാഡുകളാണ് നമ്മളിവിടെ കാണുന്നത്. അതും വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ ഇവിടെ ഈ കാണുന്നത് ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ഒരു ഗിയർ സെലക്ടറാണ്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കാണാം. അതുപോലെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റും നമുക്കിവിടെ കാണാം. വോളിയം കൺട്രോളിൻ്റെ സ്വിച്ച്, ഡ്രൈവ് മോഡുകൾ അതെല്ലാം നമുക്കിവിടെ കാണാം. പല ഡ്രൈവ് മോഡുകളുണ്ട്. അതുപോലെ കപ്പ് ഹോൾഡേഴ്സാണ് ഇവിടെ കാണുന്നത്. അത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കപ്പുകളും മറ്റും സൂക്ഷിക്കാം. ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ വിശാലമായ ആംറസ്റ്റുമാണ് കൊടുത്തിരിക്കുന്നത്. സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കുറ്റവും പറയാനില്ല. അത് മുൻഭാഗത്തേക്കുള്ള സ്പേസ് കൊണ്ട് ഇഷ്ടം പോലെ സ്പേസാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള ഡാഷ്ബോർഡ്, അതിലെ സ്റ്റിച്ചിങ് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ AC വെൻറ്റുകളൊക്കെ ആണെങ്കിലും മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ അൽക്കാൻഡ്ര രീതിയിലുള്ള ഒരു കുഷനിങ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ തരത്തിലും അത്തരം കാര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ്. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ DVN ഓഡിയോ എന്ന് പറയുന്ന കമ്പനിയുടെ മ്യൂസിക് സിസ്റ്റമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ സ്പീക്കർ അവിടെ കാണാം. തന്നെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള, എന്താ പറയുക, ശില്പഭദ്രമായ രീതിയിലാണ് ഡോർ പാഡിൻ്റെ ഡിസൈൻ എന്നാണ് പറയേണ്ടത്. വളരെ ഭംഗിയായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിൻ്റെ സൺറൂഫാണ്. സൺറൂഫ് എന്നല്ല പറയേണ്ടത്, ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്ന സംഭവമില്ല. ഫുൾ ഗ്ലാസ്സാണ് പിൻഭാഗം വരെയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതാണ്ട് 1.9 മീറ്റർ നീളമുള്ള ഒരു ടോപ്പ് ഗ്ലാസ് ഏരിയയാണ് ഈ കാണുന്നത്. ഇത് UV ട്രീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും UV അൾട്രാവയലറ്റ് രശ്മികളൊന്നും അകത്തേക്ക് വരില്ല. തന്നെയുള്ള സൂര്യപ്രകാശം പോലും 16% വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും കൂളായിരിക്കും. പക്ഷേ ഒരു ഗംഭീരമായ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്കതിൽ അതുവഴി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്റ്റിയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുണ്ട്. അത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. അതിലൊക്കെ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ക്രൂസ് കൺട്രോളിൻ്റെ മറ്റു സ്വിച്ചുകളാണെങ്കിൽ ഇവിടെ വോളിയം കൺട്രോളിൻ്റെ മറ്റു സ്വിച്ചുകളൊക്കെയാണ്. ഇവിടെ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് കാണുന്നത്. അതിൽ പല ഇൻഫർമേഷനും, അതായത് ഇതൊരു ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ ചാർജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഇൻഫർമേഷനൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതും വളരെ ക്ലാരിറ്റിയുള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നല്ല വിസിബിലിറ്റി, ഹൈറ്റ് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് ആയതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ വളരെ മുന്നിലാണ് എന്ന് പറയാം. തീർച്ചയായിട്ടും വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാക്ക് സീറ്റ്. ബാക്ക് സീറ്റിലെ കംഫർട്ട് തീർച്ചയായിട്ടും ഒട്ടും മോശമല്ല. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. അതുപോലെ തന്നെ മുൻഭാഗത്തെ പോലെ തന്നെ നല്ല കുഷനിങ് ഒക്കെ ഗംഭീരമാണ്. സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല ബോൾസസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ആംബ്രസ്റ്റ് വലിയൊരു ആംബ്രസ്റ്റാണ്. തന്നെയല്ല വളരെ ഫ്ലാറ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ മുൻഭാഗത്തെ വളരെ സ്പോർട്ടിയായ സീറ്റിൻ്റെ പിൻഭാഗത്തെ എലമെൻറ്റ്സ് പോലും വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിലേക്ക് വരുന്നതുണ്ടല്ലോ ഈ ഒരു ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്കും വളരെ കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കിട്ടാൻ പോകുന്നത്. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന വലിപ്പമുണ്ട്. എല്ലാ തരത്തിലും ഒരു എലഗൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നല്ല നിർമ്മാണ നിലവാരവുമുണ്ട്. എന്നാൽ വില നമ്മൾ വിചാരിച്ചതിലും കുറവാണ്. അതാണ് ഈ വാഹനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. സുരക്ഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 9 എയർ ബാഗുകളുണ്ട് BYD സീലിന്. മറ്റൊരു കാര്യമുള്ളത്, ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ NCAP ക്രാഷ് ടെസ്റ്റിലും ഇതിന് 5 സ്റ്റാറുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് പരമാവധി പോയിൻറ്റുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ആ തരത്തിൽ സുരക്ഷിതമാണ് ഈ വാഹനം എന്നുള്ളതും എടുത്തു പറയണം. അപ്പോൾ ഇതൊക്കെയാണ് BYD സീലിൻ്റെ കാഴ്ചകൾ. ഇനി ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള ബാറ്ററി പാക്കുണ്ട്. ഒന്ന് 61.4 കിലോവാട്ടിൻ്റെതും മറ്റൊന്ന് 82.56 കിലോവാട്ടിൻ്റെതും. ആദ്യത്തേതാണ് 510 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. അടുത്ത 650 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. 201 BSPയും അതുപോലെ തന്നെ 308 BSPയും. അതായത് അങ്ങനെ 2 എന്താ പറയുക പവർ വേരിയൻസും ഉണ്ട് എന്നാണ് പറയേണ്ടത്. എന്തായാലും പെർഫോമൻസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ 523 BSP ആണെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. അതിന് 670 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമുണ്ട്. അപ്പോൾ എന്തായാലും BYD പോലെയുള്ള വാഹന നിർമ്മാണ കമ്പനികൾ തീർച്ചയായിട്ടും EV എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് അങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മാരുതിയുടെ EVX പോലുള്ള വാഹനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അതൊക്കെ കടന്ന് പെർഫോമൻസിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഇൻറ്റീരിയർ സ്പേസുള്ള സെഡാനുകൾ പോലുള്ള വാഹനങ്ങളുമായിട്ട്
BYD പോലെയുള്ള വാഹന നിർമ്മാതാക്കൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഈ ഒരു വാഹനത്തിന് ഗംഭീരമായൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വോക്ക് അറൗണ്ട് വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ഇടിച്ചിടിച്ച് വയ്യാതായി ജനങ്ങളെ മുഴുവൻ ഇടിച്ചും തള്ളിയൊക്കെ ഒരു തരത്തിലാണ് ഇതുവരെയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തത്. അപ്പോൾ വിശാലമായിട്ട് നമുക്ക് വാഹനം സ്വന്തമായി കൈ കിട്ടുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, നന്ദി, നമസ്കാരം.